ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ പോരാട്ടമാണ് പ്രധാനമായിട്ടും. അപ്പോൾ അതിൽ മുഴുവൻ മുസ്ലിം സമുദായത്തെയും കൂടെ നിർത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ആ ദൗത്യത്തിന് നിലവിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? മുസ്ലിം ലീഗ് കോമൺ പ്ലാറ്റ്ഫോമാണ്. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ പാർട്ടിയാണല്ലോ. ഇന്ത്യയിൽ അതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിൽ അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഓരോ വിഭാഗത്തിനും അവരുടേതായ രാഷ്ട്രീയ അസ്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് അത് തന്നെയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമായിട്ടാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളവർക്ക് മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗത്തിനും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് എല്ലാവരെയും കൂടെ കൂട്ടും. അവരുടെയൊക്കെ പിന്തുണയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മുസ്ലിം സമുദായത്തിനുള്ള അവാന്തര വിഭാഗങ്ങൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ, അത് ലീഗിനെ ബാധിക്കാറുണ്ടോ? ശരി, ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമുദായ ഐക്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ അവാന്തര വിഭാഗം തമ്മിലുള്ള തർക്കം സ്വാഭാവികമായിട്ടും ലീഗിനും അത് പ്രയാസം ഉണ്ടാക്കാറുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിൽ നമ്മുടെ ഐക്യം ഒരു ഭാഗത്ത് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് ഇങ്ങനെ ഭിന്നത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമുക്കൊക്കെ അതിൽ വേദനയുണ്ട്. പക്ഷേ കഴിയുന്ന അത്ര അതൊക്കെ പരിഹരിക്കാനും മുസ്ലിം ലീഗ് മുന്നോട്ട് വരാറുണ്ട്. ഏത് അവാന്തര വിഭാഗത്തിൻ്റെ പ്രശ്നമായാലും അവർ ഞങ്ങളുടെ നേതാക്കളെ സമീപിക്കാറുണ്ട്. ചർച്ചകൾക്കൊക്കെ അവർ കൂട്ടാറുണ്ട്. അപ്പോൾ അവർക്കിടയിലും ഐക്യമുണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് എന്താണോ ചെയ്യാൻ പറ്റുക ചെയ്യാറുണ്ട്.